ഹലോ, അപ്പം നിങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ ഇന്നലത്തെ നമ്മുടെ വീഡിയോ. നമ്മൾ ഇന്നലെ മൂന്നാറിലേക്ക് തിരിച്ച് മൂന്നാർ ടൗണിൽ വന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മുടെ വ്ലോഗ് അവസാനിപ്പിച്ചു. ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് ഗ്യാപ്പ് റോഡിലേക്കാണ്, മൂന്നാറിലെ ഗ്യാപ്പ് റോഡ് അല്ലേ. നിങ്ങൾ കണ്ട ആ ഒറ്റ ദിവസം തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഇതെല്ലാം. പക്ഷേ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുമ്പോൾ വീഡിയോ കട്ട് ചെയ്ത് രണ്ട് പാർട്ടായിട്ട് കാണിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഗ്യാപ്പ് റോഡിലേക്കാണ്. അവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല, കാരണം എനിക്കും ദേവൂട്ടിക്ക് മൂന്നാറിൻ്റെ ഒരു പരിപാടികളും അറിയത്തില്ല. ഇവിടെ വന്നു നമുക്കറിയാവുന്നവരോടും ഡ്രൈവർമാരോടും ഒക്കെ ചോദിച്ചു പറഞ്ഞാണ് ഈ പോകുന്നതല്ലേ. അപ്പം നേരെ എവിടെ പോകണം? യെസ്, ഗ്യാപ്പ് റോഡ്. അങ്ങനെ നമ്മൾ ഇതേണ്ട ഗ്യാപ്പ് റോഡിൽ വന്നിരിക്കുകയാണ്. മൂന്നാറിൻ്റെ ആ ഒരു ഭംഗി എടുത്തു പറയുന്ന ഈ സമയങ്ങളിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഗ്യാപ്പ് റോഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ദൂരെ ഒരുപാട് ഫാമിലിയൊക്കെ കാണാം കേട്ടോ. ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വ്യൂ എന്തുകൊണ്ട് ദേവൂട്ടി? അടിപൊളിയല്ലേ? ദേവൂട്ടി പറയുകയാണ് ഈ പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞ പോലെ ഇരിക്കുന്നത് അവിടുത്തെ വീടുകളൊക്കെ കാണുന്നത്. നിങ്ങൾ നോക്കിയേ, എന്നാ രസമെന്ന് നോക്കിയേ, അടിപൊളിയല്ലേ? ആ ഒരു മരവും ആ ഒരു തേയിലത്തോട്ടം, ആ ഒരു ഭൂമിയുടെ, അതെ, വരച്ചു വെച്ചേക്കുന്നുണ്ട്, അതെ, ആ ഒരു ഭൂമിയുടെ ഒരു കിടപ്പ് കണ്ടോ, അതും ഈ റോഡും മൊത്തത്തിൽ അടിപൊളിയാണ് മൂന്നാർ കേട്ടോ. മൂന്നാർ നല്ല സുന്ദരിയാണ് കേട്ടോ, അടിപൊളി. എനിക്ക് മൂന്നാറിനെ കുറിച്ച് പറഞ്ഞാണെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ കോളേജിൽ നിന്ന് ഒരു ടൂറ് വന്നിട്ട് പിന്നെ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാനിവിടെ ഓട്ടം വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് പല സ്ഥലങ്ങളിലും വരാൻ പറ്റിയിട്ടില്ല. ഈ ഗ്യാപ്പ് റോഡൊന്നും ഞാൻ വന്നിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഗ്യാപ്പ് റോഡ് വരുന്നത്. ദേവൂട്ടി ഫസ്റ്റ് ടൈമാണോ? പോയിട്ടുണ്ടോ? ദേവൂട്ടി പണ്ട് കോളേജിന് പോയിട്ടൊക്കെയാണെന്ന് പറയുന്നത്, എനിക്കറിയില്ല. എന്തായാലും അടിപൊളി, ഇഷ്ടപ്പെട്ടോ? തണുപ്പ് വരുന്നുണ്ടല്ലേ? കോട ഇങ്ങനെ ഇറങ്ങി വരുന്നു ഗൈസ്, ദൂരേന്ന് കോട ഇങ്ങനെ എന്തോ പറഞ്ഞ മഞ്ഞ്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മളെന്തോ പറഞ്ഞാൽ മഴക്കാറ് വന്നല്ലേ, അതുപോലെ ആ മലയുടെ മുകളിലേക്ക് ഒന്ന് നോക്കിയാൽ കോട ഇങ്ങനെ ഇറങ്ങി വരിക കേട്ടോ. മുകളിൽ കാണുന്നൊരു അതെന്താ സ്കൂൾ വല്ലതാണോ, കോളേജാണോ മുകളിൽ കാണുന്നത്? ഇതാ കാണുന്നത് കോളേജാണോ? അതെന്തോ കോളേജോ സ്കൂളോ ആണെന്ന് തോന്നുന്നല്ലേ. അതെ, ഓഫീസുകളും കോളേജുകളും പല പല സ്ഥാപനങ്ങളും പള്ളികളും ചർച്ചുകളും ഒക്കെ ഉണ്ട് കേട്ടോ. മുകളിലേക്കെല്ലാം പ്ലാന്റേഷനാണ്, തേയിലത്തോട്ടങ്ങളാണ്. ഇത് ഏത് കമ്പനിയുടെ ഏത് ഗ്രൂപ്പിൻ്റെ ആണെന്ന് നമുക്കറിയത്തില്ല. എന്നിരുന്നാലും അടിപൊളിയാണ് കേട്ടോ. ദേവൂട്ടി ഈ കങ്കാരി കുഞ്ഞിനെ കൊണ്ട് നടക്കുന്നതുകൊണ്ട് ഈ ബാഗ് കഷ്ടമുണ്ട് കേട്ടോ. ആ കാര്യത്തിൽ ഞാൻ സമ്മതിക്കുവാണ്. ഈ ബാഗും ലഗേജുമായിട്ട് എനിക്ക് എന്തായാലും വണ്ടി ഓടിക്കുമ്പോൾ ഇത് കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. എനിക്ക് പുറകിലിടാം, പക്ഷേ നിനക്ക് ബാക്കിലിരിക്കാൻ പറ്റത്തില്ല. അപ്പം നീ ഇട്ടേ പറ്റത്തുള്ളൂ ഗൈസ്, ക്ഷമിക്കൂ. അങ്ങനെ നമ്മുടെ നീണ്ട നാളത്തെ വലിയൊരു ആഗ്രഹമായിരുന്നു മൂന്നാർ വരണമെന്ന്. മൂന്നാർ നല്ല ലോകത്തിൻ്റെ എവിടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഫാമിലിയായിട്ടും പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ മൂന്നാർ പ്ലാൻ കുറേ നാളാണ് ഗൈസ്. ഇത് നമ്മുടെ പുതിയ മൈക്കാണ് കേട്ടോ. ഈ ബൈക്കേ പോകുമ്പോഴേ ഇത് കണക്ട് ചെയ്തിട്ടാണ്, നിങ്ങളെ ഞാൻ എക്സ്റ്റേണൽ മൈക്കുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇത് കണക്ട് ചെയ്തിട്ടാണ് സൗണ്ട് എടുക്കുന്നത്. അപ്പം ദേവൂട്ടി പറയുന്നത് മിക്കവാറും കേൾക്കാൻ ചാൻസ് ഇല്ല. ഇത് ഞാൻ ഹെൽമെറ്റിൻ്റെ ഇടയ്ക്ക് കയറ്റി വെക്കാം കേട്ടോ. ഈ മൈക്ക് കണ്ടോ, 100 രൂപയുള്ളൂ സംഭവത്തിന്, അടിപൊളിയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് മൂന്നാർ വരണമെന്നും ദേവൂട്ടിയോട് ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ പ്രേമിച്ച് നടക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചാണ്. ആ ആഗ്രഹം എന്തായാലും ദൈവം ഇന്ന് സാധിച്ചു തന്നിരിക്കുകയാണ്. അപ്പം നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ അവിടെ നിന്ന് വന്ന രണ്ടാമത്തെ പാർട്ടാണ് ഈ കാണുന്നത് കേട്ടോ. എല്ലാം കൂടെ കാണിച്ചത് നിങ്ങൾക്ക് ബോറടിക്കും, അതുകൊണ്ടാണ്. നോക്കിയേ, നമ്മൾ ഗ്യാപ്പ് റോഡിൻ്റെ തുടക്കത്തിലേക്കുന്നത്. ഗ്യാപ്പ് റോഡ് ഒന്നും ആയിട്ടില്ല കേട്ടോ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് കിടക്കുന്നേ ഉള്ളൂ ഗ്യാപ്പ് റോഡ്. നേരെ ആനേറങ്കൽ ഡാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പം ഗ്യാപ്പ് റോഡിൻ്റെ തുടക്കമാണ്. ഇവിടെ നിന്നപ്പോൾ തന്നെ തുടക്കം തന്നെ അടിപൊളിയാണ്. തുടക്കം തന്നെ നിങ്ങൾ നോക്കിയേ, നല്ല മൂന്നാറിൻ്റെ ആ ഒരു എന്താ പറയുന്നല്ലേ, ഒന്നും പറയല്ല. മൂന്നാർ ഇങ്ങനെ കണ്ണ് ആസ്വദിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതെ 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 അതെ, ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇതാണ് ഗൈസ്. തോണ്ടേ ദൂരെ ഒരു കാറ് പോകുന്നുണ്ടോ, ഒരു കാറല്ല 2-3 വണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ 220 നിങ്ങൾ നോക്കിയാൽ അവനിങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുക കേട്ടോ. എവിടെയൊക്കെ നമ്മളെ കൊണ്ട് പോകുന്നുണ്ടെന്നറിയാവോ മോനെ? എങ്ങനെയുണ്ട് മൂന്നാർ, ഇഷ്ടപ്പെട്ടോ? കൊള്ളാമല്ലേ? 220 ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ പൊളിയാണ് കേട്ടോ. തേയിലത്തോട്ടത്തിൽ ദേവൂട്ടിൻ 220 ഇങ്ങനെ നിൽക്കുന്ന കാണാൻ അടിപൊളിയാണ്. എഴുതാണ്ട് ആർട്ടിസ്റ്റിയുടെ ബസ് പോകുന്നുണ്ടോ?
പൊളിയല്ലേ? ഗ്യാപ്പ് റോഡിലുള്ള വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എങ്ങനെയുണ്ട് വ്യൂ പോയിന്റ്? ഇതൊരു 1.5 വ്യൂ ആയിപ്പോയി അല്ലേ? അടിപൊളിയല്ലേ നോക്കിയേ? അതെ അതെ, അവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഹൈ റേഞ്ച് ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ അത്ര ഹൈറ്റ് ഇല്ലെങ്കിലും ഈ ഒരു വ്യൂ പക്കയാണ്. അതുകൊണ്ടല്ലേ ഇതിനെ വ്യൂ പോയിന്റ് എന്ന് വിളിക്കുന്നത്. നോക്കിയേ, ഗ്യാപ്പ് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലത്തെ ഈ മുട്ടക്കുന്നുകൾ പോലെ അല്ലേ, നടുക്ക് കുറച്ച് പൈൻമരങ്ങൾ നിൽക്കുന്നു. അവിടെ നിൽക്കുമ്പോൾ ഒരുപാട് ഫാമിലീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഫാമിലീസും ഒരുപാട് ചേട്ടന്മാരൊക്കെ ഉണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ടോ? എല്ലാവരുടെയും ഐഫോണാണ്, നമ്മുടെ കയ്യിൽ മാത്രം സാംസങ് ആൻഡ്രോയിഡ്. അതെ, നമ്മളും എടുക്കും. സഞ്ജുറ്റയ്ക്ക് പറഞ്ഞല്ലോ, നമ്മളും എടുക്കും ഐഫോൺ. ഇത് കണ്ടോ, ഇവർ ടെമ്പോ ട്രാവൽ, ഇതെല്ലാം ഫുള്ള് ടെമ്പോ ട്രാവലറല്ലോ വന്നേക്കുന്നത്. മഴ പെയ്യുന്നുണ്ടല്ലോ വിട്ടോ. നമ്മളിങ്ങനെ ഗ്യാപ്പ് റോഡ് വഴി വരുന്ന വഴിയില്ല, ഇവിടെ ഒരു കിടിലം ബംഗ്ലാവ് ഉണ്ട് കേട്ടോ. ഇത് ബ്രിട്ടീഷ് ബംഗ്ലാവാണോ അല്ലയെന്നൊന്നും നമുക്കറിയത്തില്ല. ഇത് എന്തായാലും നല്ല പഴക്കമുള്ളതാണ് കേട്ടോ, അടിപൊളിയാണ്. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണത്തില്ല, നമ്മുടെ ആ സിനിമയുടെ പേരെന്താ, മഞ്ജുവാര്യരുടെയൊക്കെ സമ്മർ ഇൻ ബെത്ലഹേം മൂവിയൊക്കെ ഇല്ലേ, അതിനകത്ത് കാണുന്ന പോലത്തെ. അതെ, ഒത്തിരി പടത്തിലുണ്ട് ഇതുപോലത്തെ ബംഗ്ലാവ് കാണിക്കുന്ന ഒരുപാട് മലയാള സിനിമകളുണ്ടല്ലോ. അപ്പം അത്തരത്തിലൊരു കിടിലം ബംഗ്ലാവാണ് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ കണ്ടോ, ഇത് തന്നെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനായിരിക്കും കേട്ടോ. ഇത് കണ്ടോ ഗൈസ്, നല്ല കിടിലിനൊരു ബംഗ്ലാവേ. ഇത് കണ്ടോ, ഇതൊരു സെക്യൂരിറ്റി പോയിൻ്റാണ് ഈ കാണുന്നത്. ഈ ബംഗ്ലാവിലെ സെക്യൂരിറ്റി പോയിൻ്റാണ്. ഇത് കണ്ടോ, എന്ത് വർഷം പഴക്കം കാണും അല്ലേ? ഒരു 50 വർഷത്തിന് മേളിലെങ്കിലും കാണും. ചിലപ്പോൾ ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണി കഴിപ്പിച്ചായിരിക്കാം, ചാൻസ് ഉണ്ട്. മുഴുവനും നല്ല ഗാർഡനിങ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടേക്ക്. നിങ്ങൾ നോക്കിയാൽ എന്ത് രസമുണ്ടെന്ന് നോക്കിയാൽ, ഓരോ വള്ളിച്ചെടികൾ പോലും എന്ത് ഭംഗിയാണല്ലേ. ഒന്നും വേണ്ട, ഇവിടുത്തെ വേലികൾ കണ്ടോ, വേലിക്കമ്പുകൾ. ഈ ഗേറ്റൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ ബംഗ്ലാവിനകത്ത് വരുന്ന ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിൻപുറത്തുള്ള സെറ്റപ്പ് ഗേറ്റൊന്നും അല്ല. ഇങ്ങനത്തെ ഒരു ചെറിയ വെള്ളയടിച്ച ഒരു ചെറിയ ചതുരം പോലത്തെ ഒരു ഗേറ്റ് ആയിരിക്കും ഇവിടെ വരുന്നത്. അത് ഈ 2 തേയിലത്തോട്ടങ്ങളുടെയും ഈ ഒരു ചെറിയ ഫോറസ്റ്റിൻ്റെയും ഈ ഗ്യാപ്പ് റോഡിൻ്റെയും ചേർന്ന സൈഡിൽ ഈ ഒരു ബംഗ്ലാവ് കാണാൻ അതിമനോഹരമാണ് സുഹൃത്തുക്കളെ, അതിമനോഹരമാണ്. ഗ്യാപ്പ് റോഡ് കണ്ട് മടുത്ത് ഞങ്ങളിങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു കിടിലം ബംഗ്ലാവ് കണ്ടത് കേട്ടോ, അടിപൊളിയാണ്. ഇനി നമുക്ക് നേരെ നമ്മുടെ റിസോർട്ടിലേക്ക് പോകണം. അത് നമുക്കിനി ഗൂഗിൾ മാപ്പിൽ നോക്കി വേണം പോകാൻ വേണ്ടി, നമുക്കറിയത്തില്ല. അപ്പോൾ ഇതിവിടുത്തെ ആളത്തോട്. അപ്പം എന്തായാലും ആവട്ടെ, നമുക്കിനി നേരെ തിരിച്ചു പോകാം. ചെറിയ രീതിയിൽ മഴ ചേർന്നുണ്ടല്ലേ. ഇപ്പോൾ വരുന്ന വഴിയിലത്തെ ചെടികളൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുമായിരിക്കും അല്ലേ? ഇവിടെ 2 ബസ് സ്റ്റോപ്പോ? ഓക്കെ, അങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലേ? അതെ, ഇതിൻ്റെ ഹൗസിൻ്റെ പേര് കണ്ടോ, ലാബ്രോക്ക് ഹൗസ് അല്ലേ, അടിപൊളി. അപ്പം എന്താണ് നമ്മുടെ 220 ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് നേരെ നമ്മളുടെ റിസോർട്ടിലേക്ക് പോകാം. റിസോർട്ട് കാണാൻ വേണ്ടി ത്രില്ലടിച്ചിരിക്കുവാണോ? ഞാൻ ഭയങ്കര ത്രില്ലിങ്ങാണ്. കാരണം നമ്മുടെ ലൈഫിൽ ഫസ്റ്റ് ടൈമല്ല നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു റിസോർട്ടിൽ താമസിക്കാൻ പോകുന്നത്. അതും ഒരു ടെൻറ്റിനകത്താണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഈ മൂന്നാറിൻ്റെ കോടയിൽ ഇങ്ങനെ ടെൻറ്റിൽ കിടക്കുന്നത്, എനിക്ക് പറയാൻ വയ്യ ദേവുട്ടി. എനിക്ക് എങ്ങനെയെങ്കിലും അതെ ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞതിന് ശേഷം ഇത്ര ഒരു ലോങ് ട്രിപ്പ് തന്നെ ഫസ്റ്റ് ടൈമാണ്. അത് നമ്മുടെ ചെറുക്കനിൽ 220 കേട്ടോ. ഗായ്സ്, വ്യൂ പോയിന്റിൻ്റെ അവിടെ എല്ലാം ഭയങ്കര റഷായിരുന്നു. ഞങ്ങളുടെ ഫ്രീഡത്തിന് ഭയങ്കര തടസ്സമായിരുന്നു അല്ലേ. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും നമ്മുടെ ഗ്യാപ്പ് റോഡിലെ ഒരു സ്വസ്ഥമായ ഏരിയ വന്ന് ഞാനും ദേവുട്ടിയും കൂടെ കുത്തിയിരുന്ന് സ്നേഹിക്കുകയാണ് ഗൈസ് അല്ലേ. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞങ്ങളുടെ ഒരു കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു മൂന്നാർ വരണമെന്നും നമ്മുടെ 220 അല്ലേ. ദേവുട്ടിക്കും അവധിയില്ല. അതെ, അവൾക്കും അവധിയില്ല, എനിക്കും അവധി കിട്ടത്തില്ല, രണ്ടുപേർക്കും ഒരുമിച്ച് അവധി കിട്ടത്തില്ല. എനിക്ക് അവധി കിട്ടും, രണ്ടുപേർക്കും അവധിയുണ്ട്, പക്ഷെ ഒരുമിച്ച് കിട്ടത്തില്ല. അപ്പം ഈ ഈസ്റ്റർ സമയത്തൊക്കെ ഒരുമിച്ച് അവധി കിട്ടിയോണ്ട് ഞങ്ങൾ പെതുക്കെ ഇങ്ങനെ ഇറങ്ങിയാണല്ലേ. അടിപൊളിയല്ലേ, കോട ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്, തണുപ്പടിക്കുന്നുണ്ട്. ഇനി നമ്മുടെ റിസോർട്ടിലെ അവസ്ഥ എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല. അത് നമ്മൾ ടെൻറ്റിനകത്താണ് ഇന്ന്, അറിയത്തില്ല. അവർ പറയുന്നത് ടെൻറ്റിനുള്ളിലേക്ക് തണുപ്പ് കയറത്തില്ല, മറ്റ് തുണി ജാക്കറ്റും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. നമ്മുടെ കയ്യിലും ഉഡീസും ഒക്കെ ഉണ്ട്. എന്നാലും എന്താണ് അഭിപ്രായം, പറയൂ. അവർ പറഞ്ഞു വേറെ വീഡിയോസിനകത്തുണ്ട്. ഗ്യാപ്പ് റോഡിൽ മഴ പെയ്തു സുഹൃത്തുക്കളെ, മഴ പെയ്തു. ദേവുട്ടി വേണ്ട മഴ കൊണ്ട് ഓടാൻ പോകുന്നു. നല്ല രീതിയിൽ പെയ്യുന്നുണ്ടല്ലേ, വേണ്ട ഗൈസ്, നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ വണ്ടിയെല്ലാം നനഞ്ഞ്. എന്നാലും കുഴപ്പമില്ല, ഇത് ഐഫോണോ ഒന്നുമല്ല. എന്നാലും കുഴപ്പമില്ല, ഐഫോൺ അല്ലെങ്കിൽ ഞങ്ങൾ ധൈര്യമായിട്ട് വീഡിയോ എടുക്കുവാണെങ്കിൽ വാട്ടർ പ്രൂഫും അല്ല. ഞങ്ങളുടെ ആൻഡ്രോയിഡ് സാംസങ് F62 വീഡിയോ എടുക്കേണ്ട സുഹൃത്തുക്കളെ. അതെ F62 എന്ന് പറയും. F62 എന്ന് പറയുമ്പോൾ തെറ്റിപ്പോ എന്നൊക്കെ പറയും. ഗൈസ്, നമ്മൾ ഗ്യാപ്പ് റോഡിലാണ് നിൽക്കുന്നത്. അപ്പം ഗ്യാപ്പ് റോഡിലെ കാഴ്ച ഇത്രയേ ഉള്ളൂ. നമ്മൾ വേറെ എങ്ങോട്ടും പോകുന്നില്ല, കാരണം ടൈമില്ല. ഗ്യാപ്പ് റോഡ് കഴിഞ്ഞ് ഇത്ര ഒരു 10-20 കിലോമീറ്റർ കഴിഞ്ഞെങ്കിൽ നമ്മുടെ ആനക്കുളം അല്ലേ, ആനയിറങ്ങൽ ഡാം, ആനയിറങ്ങൽ ഡാം ഒക്കെ ഉണ്ട്. അങ്ങോട്ട് പോകാൻ ടൈമില്ല. നമുക്ക് നേരെ ചെന്ന് ചെക്ക് ഇൻ ചെയ്യണം. ഗ്യാപ്പ് റോഡ് തീർന്നിട്ടില്ല, ഇനിയും കിടക്കുന്നതേ ഉള്ളൂ. അതെ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കൂടാരത്തിലേക്ക് പോകാം, കൂടാരം റിസോർട്ടിലേക്ക് പോകാം. ഗായ്സ്, മൂന്നാറിൻ്റെ തണുപ്പത്ത്
ഐസ്ക്രീം വണ്ടിയുടെ പുറകിൽ നിന്ന് ഐസ്ക്രീം കഴിക്കുന്ന ദേവുട്ടിയെ കണ്ടോ? ഈ തണുപ്പത്തും മഴയത്തും ഐസ്ക്രീം കഴിക്കുന്നു. മേടിച്ചു കൊടുത്തില്ല ഇവൾ പിണങ്ങും ഗൈസ്. പിന്നെ ഇവൾ ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കും. അവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് പോരാ, അവൾ കഴിക്കുന്ന കണ്ടപ്പോൾ എനിക്കും കഴിക്കാൻ തോന്നി. ചേട്ടാ നോക്കി, ഞങ്ങൾ രണ്ടുപേരും വാങ്ങിച്ചു സ്ട്രോബെറി. കൊള്ളാം. ഇതാണ് നമ്മുടെ ഗ്യാപ്പ് റോഡിൽ തന്നെ കേട്ടോ. റിസോർട്ടിലേക്ക് പോകാൻ തുടങ്ങിയാണ്, അപ്പോഴാണ് ഈ ഐസ്ക്രീം വണ്ടി കാണുന്നത്. ഒരു ഐസ്ക്രീം കൂടെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഐസ്ക്രീം കഴിക്കുകയാണ്. അത് മഴയത്തും തണുപ്പത്തും ഓർത്ത് നോക്കി. എങ്ങനെ സാധിക്കുന്നു കുട്ടി ഇതൊക്കെ? പറയൂ. നേരെ വണ്ടി വന്നുണ്ടോ? അതൊക്കെയാണ് നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമൊക്കെ പോകുന്നത്. ഗായ്സ്, നമ്മൾ ഗ്യാപ്പ് റോഡ് നിൽക്കുമ്പോൾ KSRTCയുടെ പുതിയ ഡബിൾ ഡെക്കർ ബസ് വരുന്നുണ്ട് കേട്ടോ. നോക്കിയേ, അടിപൊളിയല്ലേ? ഐസ്ക്രീം കഴിച്ചുകൊണ്ട് ഇറങ്ങാൻ നേരത്തെ സംഭവം വരുന്നത്. ഞങ്ങൾ ബൈക്കിന് ചാടി ഇറങ്ങിയതാണ്ടോ. നോക്കിയേ, ഡബിൾ ഡെക്കർ കണ്ടോ? സൂപ്പറല്ലേ? അടിപൊളിയേ. മുകളിലൊക്കെ ആളുകളുണ്ട് കേട്ടോ. ഹായ്, എല്ലാവരും വീഡിയോ എടുപ്പും പരിപാടിയൊക്കെയാണ്. ഓ, അതിൻ്റെ മുകളിലൊരു അച്ചാനൊന്ന് വീഡിയോ എടുക്കുന്നുണ്ടോ? സൂപ്പർ സൂപ്പർ. ഡബിൾ ഡെക്കർ KSRTCയുടെ പുതിയതാണ്. ടൈമില്ല അല്ല കയറാനെന്ന്. ആ, ഈ ഗ്യാപ്പ് റോഡ് എനിക്കറിയത്തില്ല. ഗ്യാപ്പ് റോഡിൽ കൂടെ മെയിനായിട്ടും പോകുന്നത്. കുറച്ച് പോയിന്റുകളെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡബിൾ ഡെക്കർ കയറി നമുക്ക് റിസോർട്ടിലേക്ക് പോകാം. അതെ അതെ, നമ്മുടെ റിസോർട്ട് എത്താൻ കുറച്ച് നേരം കൂടെ ഉള്ളു കേട്ടോ. അടിപൊളിയാണ്. നല്ല നല്ല പ്രത്യേക ക്ലൈമറ്റ് കേട്ടോ. മഴയും തണുപ്പും. പൊന്നേ, പൊളിച്ച് പൊളിച്ച് പൊളിച്ച്. ഇതുകൊണ്ട് ഈ പാറയുടെ ഒക്കെ വലിപ്പം കണ്ടോ? ഈ പാറയുടെ ഒക്കെ വലിപ്പം കണ്ടോ ഇതുകൊണ്ട്? പൊളി പൊളി. ഇതാണ് കൂടാരം. ഇല്ല, ഈ അമ്പലം കണ്ടോ? ഇതല്ല, ചോദിക്കാം ചേട്ടാ. ഈ കൂടാരത്തിൻ്റെ ആ ഓക്കെ. അങ്ങനെ 1 കിലോമീറ്റർ കൂടെ ഉള്ളു നമ്മുടെ കൂടാരത്തിലേക്ക് എത്താൻ കേട്ടോ. ഇതെല്ലാം ഓഫ് റോഡാണല്ലോ ദേവുട്ടി. ഒരു ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് കൂടെ കിട്ടി. അയ്യോ, മുന്നോട്ട് നോക്കി. പോന്നേ ശരിയാണോ? പേടിച്ചു തുടങ്ങിയോ കുട്ടി? കുട്ടി പേടിച്ചു തുടങ്ങി. അത് ഒത്തിരി കുളിക്കാൻ പിടിക്കാൻ ശ്രമിക്കുക. ദേവുട്ടിയാണ് തണുത്ത് വിറച്ചിരിക്കുവാണ് ഗായ്സ്. അവൾക്ക് തണുപ്പ് ഒട്ടും പറ്റത്തില്ല. അവൾക്ക് ഒന്നാമത് ശ്വാസം മുട്ടലുള്ളതാ. അവിടെ അപ്പനും തന്നെ അറിഞ്ഞാൽ കൊല്ലും. എന്നെ വിളിച്ച് നല്ലത് പറയും ഗായ്സ്. അങ്ങനെ നമ്മുടെ കൂടാരം റിസോർട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ് കണ്ടോ. ഗ്യാപ്പ് റോഡിലെ സന്ദർശനങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ സ്റ്റേ ഇന്ന് ഇവിടാണ്. കൂടാരം കണ്ടോ. കൂടാരം നേച്ചർ ഫാം ബൈ അസ്റ്റോറിയ അഡ്വഞ്ചർ, പോത്തമേട്, മൂന്നാർ. ഓക്കെ, അപ്പം ഇതുവഴി എൻട്രൻസ് ഇതുവഴിയാണ് തോന്നുന്നു. ഇതാണ് നമ്മുടെ ഇവിടെ കൂടാരത്തിലെ പാർക്കിംഗ് കേട്ടോ. വണ്ടികളുടെ പാർക്ക് ചെയ്യണം. നമ്മുടെ ചെറുക്കനോട്ടുണ്ട്. മറ്റ് വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ പക്ക വൈബാണ് കേട്ടോ. രണ്ട് സൈഡിലും നല്ല അടിപൊളി ചെടികളും അല്ലേ, നല്ല ഫുൾ ഗ്രീനറിയും. കൊള്ളാം കൊള്ളാം. ഞങ്ങൾ എന്തായാലും നനഞ്ഞാണ് വരുന്നത് കേട്ടോ. ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ടുപേർക്കും റെയിൻകോട്ടില്ല. ഫുൾ നനഞ്ഞു ഗൈസ്. ഇനി ചെന്ന് തല തുറത്തുക, ഒന്ന് ഫ്രഷ് ആകുക, നമ്മുടെ സ്വന്തം ടെൻറ്റിലേക്ക് പോകുക കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഒരു റിസോർട്ട് താമസം. ഞാനും ദേവുട്ടി എന്നല്ല, ഞാൻ അല്ലെങ്കിലും താമസിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ ഫസ്റ്റ് ടൈമാണ്. അടിപൊളിയല്ലേ? കൂടാരത്തിൻ്റെ റിസപ്ഷനാണിത് കേട്ടോ. ഇവിടെ ഇനി നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഐറ്റമാണ് ഇത് കേട്ടോ, നമ്മുടെ ചാർജിങ് സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ ഈ മഴയത്തും നല്ല കട്ടൻ ചായ, തേയില വെള്ളം എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ. നമ്മുടെ ബിരിയാണി നല്ലതായിട്ടങ്ങ് നിറഞ്ഞായിരുന്നല്ലേ. അതുകൊണ്ട് ഞങ്ങളിപ്പം 2 പീസ് കേക്കും നമ്മുടെ കട്ടൻ ചായ ഉണ്ട്. അങ്ങനെ നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞല്ലേ. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ ചായ കുടിച്ചിട്ട് നമ്മുടെ റൂമിലേക്ക് പോകാം. ടെൻറ്റിലേക്ക് പോകാം. ദേവുട്ടി ഊഞ്ഞാലാടുകയാണ് സുഹൃത്തുക്കളെ. ഊഞ്ഞാലാടുകയാണ്. പൊളിയല്ലേ? ഓർണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫുൾ റിവ്യൂ വീഡിയോ ഉണ്ടെന്നേ. നമ്മളിതുകൊണ്ട് ഒന്നും കാണിക്കുന്നില്ല. കാണാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ. അടിപൊളി കുറേ ഫോട്ടോ പോയിൻറ്റുകളും അടിപൊളി സൈറ്റാണ് കേട്ടോ. ഇവരൊക്കെ നമ്മളെ കൂട്ട് വന്ന ഗസ്റ്റുകളാണ് കേട്ടോ. എല്ലാം ഫാമിലിയാണ്. കപ്പിൾസ് വരുന്നുണ്ട്, ബാച്ചിലേഴ്സ് തന്നെ വരുന്നതുകൊണ്ട്. എൻ്റെ പൊന്നോ, ഈ വ്യൂ കണ്ടോ?
എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചതല്ല ഇത്ര ഒരു കിടിലം വ്യൂവിൽ അതൊരു ടെൻറ്റിൽ ഈ മൂന്നാറിൻ്റെ തണുപ്പിൽ ഞങ്ങൾ വരുമെന്നല്ല ദേവട്ടി. എങ്ങനെയുണ്ട്? എക്സൈറ്റഡ് ആണോ? അടിപൊളിയല്ലേ? നമ്മുടെ ടെൻറ്റം തുറന്ന് കാണിച്ചേ. എൻ്റെ മോളെ പൊളി, അടിപൊളിയല്ലേ? കാണിച്ചേ, നോക്കട്ടെ. ഓ അടിപൊളി, സൂപ്പർ. ഇത് കണ്ടോ, നമ്മുടെ ടെൻറ്റ് കണ്ടോ? ഒരു 4 പേർക്ക് വിശാലമായിട്ട് കിടക്കാമല്ലോ ഇതെന്ത് അല്ലേ? 3 പേരല്ല 4 പേർക്ക് കണ്ടോ? നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. അവർ ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളും പില്ലോയും എല്ലാം കഴുകി നല്ല അടിപൊളിയായിട്ട് വെച്ചേക്ക് കേട്ടോ. അതിനുപരി നമ്മുടെ ടെൻറ്റ് തുറന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന വ്യൂ കണ്ടോ നിങ്ങൾ? എൻ്റെ പൊന്നോ, പൊളിയേ, സൂപ്പർ. നല്ല തേയിലത്തോട്ടത്തിൻ്റെയും അവിടെയൊക്കെ ഒരു വെള്ളച്ചാട്ടമുണ്ട് കേട്ടോ. പക്ഷേ മഴയില്ലാത്തത് കൊണ്ട് വെള്ളച്ചാട്ടം ഇല്ല. നേരെ മുകളിലൊക്കെ കോട ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ദേവുട്ടി ഭയങ്കര സന്തോഷത്തിലാണ്. ദേവുട്ടി എന്നാ നീ ചിരിക്കങ്ങോട്ട്, എന്താ പറയാനുള്ളേ? അടിപൊളി കാര്യം. ഇതാണ് ഞാൻ ബാഗ് ഊരി വെച്ചിട്ടില്ല കേട്ടോ. അതിനു മുമ്പ് നിങ്ങളെ ഈ ഒരു ലൊക്കേഷൻ ഒന്ന് കാണിക്കണമെന്ന് ഭയങ്കര അല്ല ദേവുട്ടി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ മഴ കാരണം ഇനി രാവിലെ കാണിച്ചാൽ മതി എന്നൊക്കെ ഓർത്ത്, പക്ഷേ അങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ ഇത് മാത്രമല്ല ടീ, ഇത്രയും കൂടാരങ്ങൾ മാത്രമല്ല, ഇതിനപ്പുറത്തൊരു കുറേ ആക്ടിവിറ്റീസുകളും ഗെയിംസുകളും രാവിലെ ഒരു നടപ്പൊക്കെ ഉണ്ടല്ലോ കുട്ടി, അതുമൊക്കെ ഉണ്ട്. എല്ലാം ഉൾക്കൊള്ളിച്ച് ഒരു കിടിലം കൂടാരത്തിൻ്റെ റിവ്യൂ വീഡിയോ നാളെ നമ്മുടെ മൂന്നാർ എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അപ്പം ഇപ്പോഴത്തെ ഇന്നത്തെ വീഡിയോ തന്നെ നല്ലതായിട്ട് ലെങ്ത് ആയിട്ടുണ്ടല്ലേ? ലെങ്ത് ആയെങ്കിൽ നിങ്ങൾ ശ്രമിക്കുക, പക്ഷേ ഇതൊന്നും കാണാതെ പോയിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മുടെ കൊച്ചു കൂടാരത്തിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്നത്തെ നൈറ്റ് സ്റ്റേ ചെയ്യാൻ പോവാണ്. ലൈഫിലെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് കേട്ടോ. സന്തോഷമുണ്ടോ? പിന്നെ ഒരു ഉമ്മ ഞാനും കൂടെ ഹാപ്പി. നമ്മുടെ റൂമിലിരുന്ന ലേസും കാര്യങ്ങളൊക്കെ ഞാനിത് എവിടെയും കൂടെ കഴിച്ചു കേട്ടോ. ഇനി എന്താ പരിപാടി? ഒന്ന് ഫ്രഷ് ആണോ അല്ലേ? അതെ, അതാണ് ആദ്യം ചെയ്യേണ്ടത്. ജസ്റ്റ് പോയി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം വൈകിട്ട് എന്തൊക്കെയാണ് എവിടെ പ്രോഗ്രാം നമുക്ക് ഇനി ഉള്ളത്? എന്തൊക്കെയായിട്ടുള്ള പ്രോഗ്രാം? 6:30 തോന്നുന്നു മ്യൂസിക്കൽ പ്രോഗ്രാം ഉണ്ടെന്ന്. പിന്നെ 8:30 to 9:30 ആണെന്ന് തോന്നുന്നു ഡിന്നർ ഉണ്ടല്ലേ. അത് കഴിഞ്ഞ് ക്യാമ്പ് ഫയർ ഉണ്ടല്ലേ. ക്യാമ്പ് ഫയറും കൂടെ കഴിഞ്ഞിട്ട് കോട ഇങ്ങനെ ഇറങ്ങും. അതെ, തണുപ്പിങ്ങനെ. അതെ, ഇപ്പോൾ തന്നെ ഈ കോട ഇറങ്ങി വരുന്നുണ്ടോ? ഇവിടെ പറയുന്നത് കോട വന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്ന പോലെ പോകുന്നതാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. പല റിവ്യൂ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതെല്ലാം കഴിഞ്ഞ് ആ തണുപ്പത്ത് നമ്മുടെ ഈ ക്യാമ്പിൽ നമ്മുടെ ഈ ഒരു ടെൻറ്റ് വന്ന് ഞാനും ദേവട്ടിയും കൂടെ ഇന്നത്തെ നൈറ്റ് കിടന്നുറങ്ങുന്നതായിരിക്കും സുഹൃത്തുക്കളെ. അടിപൊളിയല്ലേ? ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ അതെ, നമുക്ക് നമ്മൾ കേട്ടിടത്തോളം അല്ല ഇവിടെ വന്നപ്പം ഇവിടുത്തെ ഓരോ ജോലിക്കാരുടെ നമ്മുടെ റിസപ്ഷനിലെ ചേട്ടൻ്റെ ആയാലും ഇപ്പം നമ്മളെ കൊണ്ടുവിട്ട ചേട്ടൻ്റെ പേരിൽ അല്ലെന്നാണ് ഞാൻ ചേട്ടൻ്റെ പേര് പറഞ്ഞു. നമ്മുടെ ചേട്ടൻ ഇവിടെ കൊണ്ടുവിട്ട ചേട്ടനല്ലേ തുറന്നൊക്കെ തന്നെ. അതേയൊക്കെ ആണെങ്കിലും നല്ല നീറ്റാണ് കേട്ടോ. നമ്മളുടെ ലേഡീസും അമ്മയും പെങ്ങന്മാരും ഒക്കെ നമുക്ക് ധൈര്യമായിട്ട് വരാൻ കേട്ടോ. കാരണം അടിപൊളിയാണ്. അവരൊരു എന്താ പറയുന്നത്, അവരൊരു കോപ്പറേറ്റീവാണ് അവരല്ലേ. അതെ. അപ്പം അതൊക്കെ നമ്മളെ കസ്റ്റമേഴ്സ് എന്ന നിലയ്ക്ക് നമ്മളെ നല്ല രീതിയിൽ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ ഈ മൂന്നാർ എപ്പിസോഡിലെ 3ാമത്തെ എപ്പിസോഡിനകത്ത്, അതായത് ഈ വീഡിയോയ്ക്ക് ശേഷമുള്ള വീഡിയോയ്ക്ക് അത് വരുന്നത് നമ്മുടെ കൂടാരം റിസോർട്ടിൻ്റെ ഫുൾ റിവ്യൂ വീഡിയോ ആണ് കേട്ടോ. ഈ റിവ്യൂ വീഡിയോ കണ്ടിട്ട് നിങ്ങളിൽ ഒരാളെങ്കിലും ഇവിടെ വന്നിരിക്കും. അത്രയുള്ള കിടിലിൻ്റെ റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ഇടാൻ പോകുന്നത്. അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ ഇവിടെ വരുമ്പോൾ പറയണം, വിഗ്ലോറിലെ ദേവിക ചേച്ചിയും അനിത ചേട്ടനും വന്നതാണ് നിങ്ങൾ പ്രത്യേകം പറയണം കേട്ടോ. അങ്ങനെ പറയാന്നുള്ള പറഞ്ഞോ. മൂന്നാർ വന്ന് സ്റ്റേ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇവിടെ വന്ന് സ്റ്റേ ചെയ്യും. അതെ, നല്ലതാട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റേ ആണ് നമ്മുടെ കൂടാരം കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. കോട ഇങ്ങനെ ഒഴുകി വരുവാണ് കേട്ടോ. അവിടെ ഒന്നും കാണത്തില്ല. ഇത്രയും നേരം അതിൻ്റെ ടോപ്പിലുള്ള കാര്യങ്ങളെല്ലാം കാണാറുണ്ട്. അവിടെ ഒരു റിസോർട്ടുണ്ട് കേട്ടോ. ആ റിസോർട്ടൊക്കെ കാണാമായിരുന്നു. ഇപ്പോൾ അതൊന്നും കാണത്തില്ല കേട്ടോ. ഇങ്ങനെ കോട നമ്മളെ ലക്ഷ്യമാക്കി ദേവികായെയും അനന്തുവിനെയും മൂടാനായി കോട വരികയാണ് സുഹൃത്തുക്കളെ. കോട വരികയാണ്. എന്തിട്ട് പറയാൻ? പറയൂ. അടിപൊളിയല്ലേ? അതെ. ഗായ്സ്, ദേവുട്ടിയുടെ ഒരു ഡാൻസാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. കുരുക്കല്ലേ വെള്ളം വീഴുന്നത്. കളിക്കൂ, ഡാൻസ് കളിക്കടി. ഗായ്സ്, ദേവു ഡാൻസ് കളിക്കാൻ പോകണേ. കളി ഒരു ഡാൻസ് പ്ലീസ്. ഞാൻ കാല് പിടിക്കാം, എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയത്തില്ല ഗായ്സ്, അതുകൊണ്ടാണ്. കളിക്കൂ. ഇല്ലേ, അവർക്ക് ചെറിയൊരു ചമ്മലോട്ടോ. അവിടെ ഗസ്റ്റ് ഒക്കെ ഉണ്ട് അവിടെ ഒരുപാട്. എങ്ങനെയുണ്ട്? വൈബാണോ? നൈറ്റ് മ്യൂസിക് വിത്ത് മസിൽസ് എന്ന് കേട്ടിട്ടുണ്ട്. ഇത് മ്യൂസിക് വിത്ത് ഡാൻസ് ആണ് ഗൈസ്. അടിപൊളിയാണ് കേട്ടോ. പക്ക വൈബാണ് കേട്ടോ. ഇപ്പം ആൾക്കാരൊക്കെ ഫ്രഷ് ആയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നേ ഉള്ളൂ അല്ലേ. 7:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു.
ഇതുണ്ടോ കിട്ടില്ല മ്യൂസിക് ഒക്കെ ഇട്ടേക്കുവാണ്. കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ട് ഞാൻ മ്യൂസിക് നിർത്തും കേട്ടോ. നമ്മുടെ കൂടാരത്തിലെ ഒരു അട്രാക്ഷനായിട്ടുള്ള സംഭവമാണ് ഈ കാണുന്നത്. ഹാർട്ടിൻ്റെ ചിഹ്നം, നമ്മുടെ ലവിൻ്റെ ഒരു ചിഹ്നം ഇങ്ങനെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ദേവുട്ടി അതെ ഫോട്ടോ ഫ്രെയിമാണ്. നമുക്ക് രാവിലെ അതൊക്കെ എടുക്കാം. നൈറ്റ് ഇതൊക്കെ കാണാൻ പക്കയല്ല. നല്ല കോട ഇങ്ങനെ ഇറങ്ങി വരണം. എല്ലാവരും റൂമിലേക്ക് പോകണേ. ഗുഡ് നൈറ്റ്. ഓക്കെ, രാവിലെ കാണാം. ഇത് കണ്ടോ ഗൈസ്, മഞ്ഞുതുള്ളി. നമ്മുടെ കൂടാരത്തിൻ്റെ കൊച്ചു കൂടാരമായ നമ്മുടെ ടെൻറ്റിൻ്റെ ആ ഒരു സേഫ്റ്റി ആയിട്ടുള്ള ലോക്കൊക്കെ ഇട്ടതിന് ശേഷം നമ്മളും കിടക്കാൻ പോവാണ്. കണ്ടോ, ഞാനും ദേവിട്ടൊക്കെ കിടക്കാൻ റെഡി ആയിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല കേട്ടോ. ഇത്രേ ഉള്ളൂ. നമ്മുടെ ഒരു ചെറിയ ടെൻറ്റ് അത് അടിപൊളിയാക്കി ഒരു എ ഫ്രെയിം പോലെ അല്ലേ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. കാരണം നമ്മുടെ നല്ലൊരു മെത്തയുണ്ട്, മെത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ നമുക്ക് ബ്ലാങ്കറ്റ്, 2 ബ്ലാങ്കറ്റ് 3 പില്ലോയും ഒക്കെ ഉണ്ട്. അപ്പോൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. പുറത്ത് നല്ല കോട കേട്ടോ. ഇവിടെയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നല്ല തണുപ്പ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ ഉറങ്ങിയേക്കാം. എല്ലാവർക്കും എൻ്റെയും ദേവുട്ടിയുടെയും വക ഒരു നല്ല ഗുഡ് നൈറ്റ്.